ഓക്കെ, PR സനീഷ് ഉണ്ട്. ഇപ്പോൾ ഈ ഗാന്ധി സ്തൂപം പൊളിക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്ന സ്ഥലത്തിന്റെ ഉടമയും കോൺഗ്രസ് പ്രവർത്തനമാണ് അദ്ദേഹം. സനീഷ്, ഒരു ഗാന്ധി സ്തൂപം തകർക്കാനിടയായ പ്രകോപനം എന്തായിരുന്നു? അതുകൊണ്ട് ആർക്കാണ് എന്ത് പ്രശ്നമാണുള്ളത് അവിടെ? ഇവര് അതായത് ഞാൻ എൻ്റെ 16 വർഷത്തെ ആർമി ജീവിതം പെൻഷനായി നാട്ടിലേക്ക് എത്തിയിട്ട് ഇന്ന് 2.5 വർഷത്തിന് മേലെ. ആ 2.5 വർഷത്തിന് മുകളിലായി ഇത്രയും വർഷം ഞാൻ അടുവാപ്പുറം വയലിൽ ജീവിക്കുന്നുണ്ട്. ഞാൻ 2.5 വർഷത്തിന് മുമ്പ് ഞാൻ അടുവാപ്പുറത്തുള്ള ഇവർക്ക് ഞാൻ നല്ലവനായിരുന്നു, ഞാൻ നല്ല മനുഷ്യനായിരുന്നു, നല്ല രീതിയിൽ പോകുന്നുണ്ട്. പക്ഷേ ഈ 2.5 വർഷം കഴിഞ്ഞ് അടുവാപ്പുറത്തെത്തിയ ഞാൻ അന്ന് മുതൽ അനുഭവിക്കാൻ തുടങ്ങിയിട്ടുള്ള മാനസിക പീഡനങ്ങൾ, ഇവരുടെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുള്ള മാനസിക പീഡനങ്ങൾ പറയുന്നതിലും കൂടുതലാണ്. അതിന് ഏറ്റവും വലിയ തെളിവ് എന്നുള്ളതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. അത് നടക്കുന്നത് ആഗസ്റ്റ് 15-നാണ്. എന്റെ ഓർഗനൈസേഷൻ ആർമിയുടെ തന്നെ ഓർഗനൈസേഷൻ ആയിട്ടുള്ള മലപ്പട്ടത്തെ എക്സ് സർവീസ്മാൻമാർ എന്നെ ഒരു ഇൻഡിപെൻഡൻസ് ഡേക്ക് കുട്ടികൾക്ക് വേണ്ടി, സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ കുട്ടികൾക്ക് വേണ്ടി ഒരു സ്വാതന്ത്ര്യദിന സന്ദേശം നൽകാൻ RGMA UP സ്കൂൾ മലപ്പുറത്തേക്ക് എന്നെ ക്ഷണിതാവായി വിട്ടു. ആ ക്ഷണിതാവായി വിട്ടപ്പോ അന്ന് അവിടെ ഉണ്ടായിരുന്നത് വാർഡ് മെമ്പറായ അജ്നാസ് ആയിരുന്നു. ആ അജ്നാസ് അവിടെയുള്ള പ്രിൻസിപ്പാളിനെ പോയി കാണുകയും ആ പ്രിൻസിപ്പാളിനെയും അവിടെയുള്ള അധ്യാപകരെയും ഭീഷണിപ്പെടുത്തിക്കൊണ്ട് സനീഷ് PR എന്ന വ്യക്തി ഇവിടെ കാല് കുത്തുകയാണെങ്കിൽ സനീഷ് PRന്റെ കാല് കുത്തുമെന്നുള്ള മറുപടിയാണ് കൊടുക്കുന്നത്. ഇത് കേട്ട് വരച്ചിട്ടുള്ള ആ പ്രിൻസിപ്പാള് ഉടനെ തന്നെ എന്നെ വിവരം അറിയിച്ചു. സനീഷെ, നോട്ടീസിൽ പേര് കൊടുത്തു, ക്ഷമ ചോദിക്കുന്നു. പക്ഷെങ്കിൽ നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ നാളെ ആ സ്വാതന്ത്ര്യ ദിനം നമുക്ക് വല്ലാതെ ബുദ്ധിമുട്ടാകും. നിങ്ങളെ അതുകൊണ്ട് മാത്രമാണ് ഒഴിവാക്കുന്നത്. അങ്ങനെ ആ പരിപാടിയിൽ നിന്നും എന്നെ ഒഴിവാക്കിയെന്ന് അറിഞ്ഞ ഞാൻ എന്റെ സംഘടനയെ വിളിച്ചു ചോദിച്ചു. സംഘടന അന്ന് അവിടെ ഉണ്ടായിരുന്ന മണ്ഡലത്തിന്റെ തന്നെ, ഈ പഞ്ചായത്തിന്റെ തന്നെ പ്രസിഡന്റിനെ വിളിച്ചറിയിച്ചു. പ്രസിഡന്റ് അവർ കൊടുക്കുന്ന മറുപടി, അയാൾ ഒരു യൂത്ത് കോൺഗ്രസ്സുകാരനാണ്, ഞാൻ പട്ടാളക്കാരനും കൂടിയാണെന്നുള്ളത് അവർ മറക്കുന്നില്ല. ഞാനന്ന് ഒരു പദവിയും വഹിക്കുന്നില്ല, ഞാൻ വെറും യൂത്ത് കോൺഗ്രസ്സുകാരൻ മാത്രമായിരുന്നു അന്ന്. യൂത്ത് കോൺഗ്രസിന്റെ സംഘടനയിൽ ഞാൻ മലപ്പട്ടം പഞ്ചായത്തിലെ യൂത്ത് കോൺഗ്രസ്സുകാരനായിട്ട് ഞാൻ നിൽക്കുന്ന സമയം, ആ സമയത്ത് ഒരു എക്സ് സർവീസ്മാന്റെ ഒരു സ്വാതന്ത്ര്യദിന സന്ദേശം അത് കുട്ടികൾക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നെ അവിടെ വിളിച്ചത്. ആ വിളിച്ച യോഗത്തിൽ നിന്ന് എന്നെ ഒഴിവാക്കി. പിറ്റേ ദിവസം ആ കുട്ടികൾക്ക് ലഡുവുമായി 10 കിലോ ലഡുവുമായി ഞാൻ പോയി ആ കുട്ടികൾക്ക് ലഡു കൊടുത്തു. അതിന്റെ പേരിൽ ആ സ്കൂളിലുള്ള അധ്യാപകരടക്കം ക്രൂശിക്കപ്പെട്ടു. എന്നെ പ്രകോപനപരമായിട്ട് എന്നെ സോഷ്യൽ മീഡിയ വഴി പല രീതിയിൽ ഉപദ്രവിച്ചു. അതൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഗാന്ധി സ്തൂപം ഇവിടെ സ്ഥാപിച്ചു. ഗാന്ധി സ്തൂപം സ്ഥാപിക്കാനുള്ള കാര്യം എന്താ? എന്റെ നാട്ടിലുള്ള സാധാരണക്കാരായ ജനങ്ങൾക്ക് ഗാന്ധി മാർഗങ്ങളിൽ, ഗാന്ധി തത്വങ്ങൾ ഇത് പ്രചരിപ്പിക്കണം. കാരണം ഞാൻ എന്റെ പാർട്ടിയെ വിശ്വസിക്കുന്ന ആളാ. അടിക്കാനോ പിടിക്കാനോ മറ്റു രീതിയിലോ പോകണമെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയല്ല. അതുകൊണ്ട് തന്നെ ഗാന്ധി സ്തൂപം സ്ഥാപിച്ചു. അവിടെ ഇന്ത്യയുടെ 2 പ്രധാനമന്ത്രിമാരുടെ, രക്തസാക്ഷികളായ 2 പ്രധാനമന്ത്രിമാരുടെ ഫോട്ടോ ഞാൻ വെച്ചു. അത് തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ആ സ്തൂപം രാത്രിക്ക് 25 പേര് വന്നിട്ട് എന്റെ മുമ്പിന്ന് കുത്തിപ്പൊളിക്കുമ്പോ അവിടെ എത്തിയ പോലീസുകാർക്ക് പോലും അവരെ പിടിച്ചു മാറ്റാൻ സാധിച്ചില്ല. എന്തുകൊണ്ടാണ് FIR ഇട്ടിരിക്കുന്നത്? FIRന്റെ കോപ്പി ഇതാ എന്റെ കയ്യിലുണ്ട്. ഇതിൽ എന്തുകൊണ്ടാണ് FIRൽ എന്തുകൊണ്ടാണ് ഇവരുടെ പേര് ചേർത്തിരിക്കുന്നത്? അതിനൊരു കാരണമേ ഉള്ളൂ. ആ പോലീസുകാരടക്കം അടങ്ങുന്ന അവരുടെ മുന്നിൽ വെച്ചിട്ടാണ് ഇവർ ഈ ലാസ്റ്റിലത്തെ കല്ലുകൂടി ഇളക്കി മാറ്റുന്നത്. അത് ഇളക്കി മാറ്റി അവർ പോയിട്ടില്ല. അവർ തിരിച്ച് എന്റെ ഒരു വീടിന്റെ ഒരു സൈഡിൽ വന്നിട്ട് എന്റെ 4 വയസ്സുള്ള കുട്ടിക്ക് നേരെ ഇഷ്ടിക വലിച്ചെറിയുന്ന രീതി. ആ കുട്ടിയുടെ 1 ഇഞ്ച് ഇപ്പുറം മാറിപ്പോയിരുന്നെങ്കിൽ ആ കുട്ടിയുടെ തലയിലാണ് ആ ഇഷ്ടിക വീഴുക. ഇവിടെ ഇരിക്കുന്ന റിജിലേട്ടൻ എന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്, സാഹചര്യം കണ്ടിട്ടുണ്ട്. ഇത്രയും ഭയാനകമായ ഉറപ്പാണോ സനീഷ്? CPM-കാർ പോലീസിനടക്കം ഉറപ്പായത് കൊണ്ടല്ലേ FIRൽ പേര് വന്നിരിക്കുന്നത്. ബ്രാഞ്ച് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളുടെ പേരാണിത്, DYFI-കാരുടെ പേരാണിത്. ഈ FIRൽ പേര് ചേർക്കുന്നതിന് കാരണം എന്താ? ഒരു തെളിവില്ലാണ്ട് പോലീസ് പേര് ചേർക്കോ? ഒരു തെളിവില്ലാണ്ട് ഇവരെ പോലീസുകാര് പേര് ചേർക്കുക? ഇതിലുണ്ട് പേര്, ഓരോരാളുടെയും പേര് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇത് തെറ്റാണെന്ന് ആരും പറയാൻ കഴിയില്ലല്ലോ. FIR അല്ലേ? കേരളം ഭരിക്കുന്ന ആരാ? ഈ FIR അല്ലേ? ജീവിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ട്. ഗാന്ധി സ്തൂപം തകർത്തു, പോലീസ് കേസെടുത്തു. സനീഷ്, ഒരു കാര്യം, ഗാന്ധി സ്തൂപം തകർത്തു, പോലീസ് കേസെടുത്തു. ഈ വിഷയം കൂടുതൽ സംഘർഷഭരിതമാക്കിയത് ഈ നിങ്ങളുടെ പ്രതിഷേധ യോഗത്തിലുണ്ടായ പ്രകോപന മുദ്രാവാക്യമല്ല? അതവിടെ കഴിയേണ്ട കേസല്ലേ? പ്രതിഷേധ യോഗത്തില് മുദ്രാവാക്യം വിളിച്ചത് ഞങ്ങളായിരുന്നു. മുദ്രാവാക്യം വിളിക്കാൻ ഞങ്ങളെ ഒരു മനോവികാരം അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അത് വലിയ രീതിയിലൊന്നും ഞങ്ങൾ മുദ്രാവാക്യം വിളിച്ചിട്ടില്ല. പക്ഷെങ്കില് കമ്പിപ്പാരി എടുത്തിട്ടും മട്ടലെടുത്തിട്ടും ഫോട്ടോയിൽ കാണുന്ന വ്യക്തികൾ ആരാന്നറിയോ? വാർഡ് മെമ്പർമാരാ. ഷിനോജ് എന്ന് പറയുന്ന വ്യക്തി വാർഡ് മെമ്പറാ. പത്രത്തിൽ പേപ്പറിൽ ഫോട്ടോ വന്നിട്ടുണ്ട്. അവര് വാർഡ് മെമ്പറാ.
ഒരു വാർഡ് മെമ്പർ എങ്ങനെയാ ഇത്ര ക്രൂരനാകാൻ പറ്റുന്നത്? ജനങ്ങളെ സേവിക്കേണ്ടതല്ലേ? എങ്ങനെയാണ് ഇത്രത്തോളം ക്രൂരനാകാൻ സാധിക്കുന്നത്? ഒരു വാർഡ് മെമ്പർ ലോക്കൽ സെക്രട്ടറി കമ്പിപ്പാരി എടുത്ത് അടിക്കാൻ നിൽക്കുക. അവരെങ്ങനെ നിൽക്കുന്നത്? അങ്ങനെ തുടങ്ങി ഇന്ന് എനിക്ക് വന്ന മെസ്സേജാണ്, ഞാൻ വായിച്ച് കേൾപ്പിക്കാം. അധികം കളിച്ചാൽ നിന്റെ സ്തൂപം നമ്മൾ ഉണ്ടാക്കേണ്ടി വരും, അതിന് ഒരു ഇട ഉണ്ടാക്കേണ്ട കാടാ എന്ന് മാത്രം പറയുന്ന ആരാന്നറിയോ? അടുവാപ്പുറം, എന്റെ വീട്ടിനപ്പുറത്തുള്ള ഒരു ലക്ഷ്മണൻ എന്ന് പറഞ്ഞ വ്യക്തി. അതേ വ്യക്തിയാണ് ലക്ഷ്മണൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അതേ വ്യക്തിയാണ് രാത്രിക്ക് സ്തൂപം പൊളിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്, ഇപ്പം റിജിലേട്ടൻ പറഞ്ഞതുപോലെ സ്തൂപം പൊളിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് AKS വായനശാലയുടെ ഗ്രൂപ്പിൽ ചർച്ചാ വിഷയമാക്കിയിരിക്കുന്നത്. അദ്ദേഹം ഇപ്പം വർക്ക് ചെയ്യുന്നത് ദുബായിലാണ്. അവിടെ നിന്നാണ് ഒരു പട്ടാളക്കാരൻ എന്ന രീതിയിൽ ഉള്ള എന്നെ ഇത്രയും നികൃഷ്ടമായിട്ട് ഇതാക്കുന്നത്. സനീഷ് ഒരു കാര്യം ചോദിക്കട്ടെ. ഈ മലപ്പട്ടം, ഇപ്പോൾ കണ്ണൂരിന്റെ പുറത്തുള്ള ആളുകളെ സംബന്ധിച്ച് മലപ്പട്ടം അങ്ങനെ ഒരു പ്രശസ്തമായ സ്ഥലമല്ല. അങ്ങനെ കാര്യമായ ക്രൈം വാർത്തകളോ രാഷ്ട്രീയ സംഘർഷത്തിന്റെ വാർത്തകളോ അവിടെ ഒന്നും വരാറില്ല. മലപ്പട്ടത്ത് പൊടുന്നനെ ഇങ്ങനെ സംഘർഷം ഉണ്ടാവാൻ എന്താ കാരണം? ഒന്നാമത്തെ കാരണം ഞാൻ പറയാം. ഞാനിവിടെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ തന്നെ മലപ്പട്ടത്തെ സാധാരണക്കാരായ ജനങ്ങളിലേക്ക്, അമ്മമാരിലേക്ക് ഞാൻ ഇറങ്ങിച്ചെല്ലാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതിന്റെ ഒപ്പം തന്നെ പൂഴി അഴിമതി 2007 മുതൽ 2011 വരെ നടന്ന പൂഴി അഴിമതിയുണ്ട്. ആ അഴിമതിയെ പറ്റി ഞാൻ എന്റെ ഫേസ്ബുക്കിൽ കുറിച്ചു. ഈ മാസം വിജിലൻസ് വിചാരണ നടക്കുന്ന ആ പൂഴി അഴിമതിയിൽ 10 വർഷം കൊണ്ട് ഒഴിവാക്കിയത് അവരെ. 10 വർഷങ്ങൾക്ക് മുന്നേ അവരെ പാർട്ടിയിൽ നിന്നും ഒഴിവാക്കിയതാ. അവരെ വീണ്ടും തിരിച്ചെടുത്തു. 3 ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ അതിലുള്ളത്, ഒരു ബ്രാഞ്ച് സെക്രട്ടറി ഉണ്ട്, ഒരു പഞ്ചായത്ത് അംഗമുണ്ട്. ഇത്രയും പേര് അതിൽ പ്രതികളാ. നാടിനെ തന്നെ ഇല്ലാണ്ടാക്കിയ പൂഴി അഴിമതി. അതിനപ്പുറത്ത് ഒരു മലനാട് മലബാർ റിവർ ക്രൂസ് ടൂറിസം പദ്ധതി ഉണ്ട്. ആ പദ്ധതിയെ കുറിച്ച് എന്റെ ഫേസ്ബുക്ക് ചെക്ക് ചെയ്താൽ മതി. ഞാൻ കൃത്യമായ രീതിയിൽ വിവരാവകാശം എടുത്തിട്ടാണ് ഞാൻ ചെക്ക് ചെയ്തത്. അവിടെ പോയി നോക്കിക്കഴിഞ്ഞാൽ 3,37,00,000 രൂപ 3,37,00,000 രൂപ ചെലവഴിച്ച് നിർമ്മിച്ചു എന്ന് പറയുന്ന മലനാട് മലബാർ റിവർ ക്രൂസ് ടൂറിസം പദ്ധതിയുടെ ഇന്നത്തെ അവസ്ഥ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുക. ഇവിടെ ഇരിക്കുന്ന ഓരോ മാധ്യമത്തിലും പോയി ചെക്ക് ചെയ്താൽ മതി. അത് മഴക്കെടുതിക്കാണ് പൊട്ടിയത് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്നു. ആ മഴക്കെടുതി നടക്കുന്നതിന് മുമ്പ് തന്നെ അവിടെയുള്ള കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ എഴുതിയിട്ടുണ്ട്. ഇത്രയും അല്ല, സനീഷ് പറയുന്നത്, സനീഷ് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി ആ പഞ്ചായത്തിൽ നടക്കുന്ന അഴിമതികളെ ചൂണ്ടിക്കാട്ടുന്നു, അത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വിളിച്ചു പറയുന്നു. അതാണ് താങ്കളുള്ള വിരോധം. അപ്പൊ ഇതുവരെ അവിടെ അങ്ങനെ ഒരു പ്രതിപക്ഷ പ്രവർത്തനം ഉണ്ടായിട്ടില്ലേ? നിങ്ങൾ ആരും അവിടെ ഉണ്ടായിരുന്നില്ലേ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ? ഇതുവരെ സംഘർഷമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടാകാറുണ്ട്, രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്, നമ്മളെ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റുമാരടക്കമുള്ള എല്ലാവരും ഉണ്ട്. പക്ഷേ ഓപ്പണായിട്ട് എല്ലാവർക്കും പറയാനുള്ള ഒരു ഭയമുണ്ട്. ഞാൻ ആ വികാരം ഉൾക്കൊണ്ടു. ഞാനൊരു പട്ടാളക്കാരനാണ്. അപ്പൊ എനിക്ക് എന്റേതായ രീതിയിൽ ഒരു മനസ്സിലുണ്ടാകുന്ന ഒരു ദൃഢത ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞല്ലോ, എന്നെ ഒരു സ്കൂളിൽ നിന്ന് ഒരു സ്വാതന്ത്ര്യ ദിനത്തില് ഒരു പട്ടാളക്കാരൻ ഒരു സ്കൂളിൽ പോയിട്ട് സ്വാതന്ത്ര്യ സന്ദേശം അത് കുട്ടികൾക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാല് അതിലൊരു വാർഡ് മെമ്പർ ഇടപെട്ടിട്ട് അതിൽ നിന്ന് എന്നെ ഒഴിവാക്കുക. ഈ നാട്ടിലുള്ള ജനങ്ങൾ തെച്ചും സോഷ്യൽ മീഡിയ വഴി എനിക്ക് സപ്പോർട്ട് ചെയ്തു. ഞാൻ പിറ്റേ ദിവസം പോയി ലഡു കൊടുത്തു. അതിന് ഇവർ സോഷ്യൽ മീഡിയ വഴി എന്നെ ഉപയോഗിച്ചത് എത്രത്തോളമാണെന്നും ശരി ഒരു തരത്തിലും ഇപ്പൊ തന്നെ ജീവനാണ് ഭീഷണി പറയുന്ന രീതിയിലേക്കാണ് ഇത്രയും കാര്യങ്ങൾ പോയിട്ട്, ജീവന് ഭീഷണി പറയുന്ന രീതിയിലേക്കാണ് ഇത്രയും കാര്യങ്ങൾ പോയിട്ടുള്ളത്.